നമ്മൾ ജപ്പാനിൽ പോയപ്പോഴും ഒസാക്കയിൽ ക്രൗൺ പ്ലാസയിലെ താമസിച്ചത്. അപ്പം നമ്മൾ ഒസാക്ക സ്ട്രീറ്റിലൊക്കെ കറങ്ങിയതിന് ശേഷം ക്രൗൺ പ്ലാസയിലേക്ക് ഒരു ടാക്സി പിടിച്ചു. അപ്പൊ ടാക്സി പിടിച്ചപ്പോൾ വന്ന ഡ്രൈവർ വളരെ പ്രായമുള്ള ഒരാൾ. അപ്പൊ ഇയാളുടെ ഏജ് ഒക്കെ ആ ഡാഷ്ബോർഡിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടാവില്ല. ഏജ് നമുക്ക് കണ്ടറിയാം. 82 ഇയേഴ്സ് ഏജ് ആയിട്ടുണ്ട് ഇയാൾക്ക് ഇംഗ്ലീഷ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ 82 ഇയേഴ്സ് ഏജിൽ ഇയാൾ ഡ്രൈവറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ അവിടെ 82 വയസ്സായി കഴിഞ്ഞാൽ മിക്കവാറും സൈഡായിട്ടുണ്ടാവും ആൾക്കാർ. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച്, ഈ ജാപ്പനീസ് ഭാഷയിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്ന പദത്തിന് തത്തുല്യമായിട്ടുള്ള പദം ഇല്ല അത്ര. കാരണം എന്താ വെച്ചാൽ അവർ റിട്ടയർ ചെയ്യാറില്ല. ദേ നെവർ റിട്ടയർ ചെയ്യാത്തൊരു രാജ്യത്ത് പിന്നെ റിട്ടയർമെന്റ് പദത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ ജീവിതത്തിൽ നാച്ചുറലി അല്ലെങ്കിൽ ജോലിയിൽ നാച്ചുറലി ഒരിക്കലും റിട്ടയർ ആവുന്നില്ല, അല്ലെങ്കിൽ റിട്ടയർ ആവാൻ പാടില്ല. എപ്പോഴാണോ നമുക്കൊരു പേർപ്പസ് ഉണ്ടാവുന്നത് അപ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവുന്നത്, അല്ലേ? നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ 55 വയസ്സിൽ റിട്ടയറായി, പിന്നെ വേറൊരു പരിപാടിയില്ല, എങ്ങനെയും മരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരെ പിടികൂടുന്നത്. അപ്പൊ ജീവിതാവസാനം വരെ ഒരു പേർപ്പസ് ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിക്കും ജപ്പാൻ നമ്മളെ ഓർമ്മിപ്പിച്ചൊരു സംഭവം തന്നെ.